ബുട്ടീക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞൊരു ഓണാശംസയോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. എല്ലാവരുടെയും ഓണം ഏറ്റവും മനോഹരമായിരിക്കട്ടെ. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് മിഷൻ എംബ്രോയിഡറി സാരീസിന്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ഓരോരോ സാരീസ് വെച്ചിട്ട് നമുക്ക് കാണാം. ലാവൻഡർ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ നമ്മൾ മിഷൻ എംബ്രോയിഡറി യൂസ് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണിത്. ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ യൂണിഫോം ഓർഡറിൽ നമുക്കൊരു 80 സാരീസിന്റെ ഒരു ബൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു, ഒരു ടീച്ചേഴ്സ് യൂണിഫോം ഉണ്ടായിരുന്നു. ആ സാരിയുടെ റിപ്പീറ്റ് ആയിട്ട് എക്സാക്ട് ആ സാരിയുടെ റിപ്പീറ്റ് ഓർഡർ ആയിരുന്നു വന്നിരിക്കുന്നത്. അപ്പം കളർ കോമ്പിനേഷൻ ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം സെയിം ആയിട്ടാണ് നമ്മൾ ഈ സാരീസ് ഒക്കെ ഉടുത്തിട്ടുള്ള ക്രിയേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ് വീഡിയോസ് നമ്മുടെ ചാനലിൽ കുറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട് ആ ഒരു മീൻസ് ഉടുത്ത് കാണുമ്പോഴുള്ള ആ ഒരു ലുക്ക് കണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ കൂടുതലും അങ്ങനത്തെ മീൻസ് എപ്പോഴും നമ്മൾ ഇങ്ങനെ വിരിച്ച് കാണിക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്ലിയർ ആവുന്നില്ല. അത് ഒത്തിരി പേർക്ക് പറയുന്നത്. അപ്പോൾ നമ്മളത് നമുക്ക് വീഡിയോയിൽ അത് കാണിക്കൽ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഷോർട്സിൽ അങ്ങനത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഓരോ സാരീസും ഉടുത്താലുള്ള ഒരു അപ്പിയറൻസ് എങ്ങനെയായിരിക്കും, ഒരു ആൾ ഉടുത്തൊരു മോഡൽ ഉടുത്താൽ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി ഉടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണണമെങ്കിൽ നമ്മൾ ഷോർട്സ് ഒക്കെ ചെക്ക് ചെയ്താൽ അറിയാം. അപ്പം അങ്ങനെ നമുക്കത് ആ ഒരു ഷോർട്സ് വഴി വീണ്ടും ആ ഒരു സെയിം സാരിക്ക് റിപ്പീറ്റ് ഓർഡർ വന്നത് ബൾക്ക് ഓർഡർ ആയിട്ടല്ല കേട്ടോ, ഇത് സിംഗിൾ ഓർഡർ ആയിട്ട് ഒരു കസ്റ്റമർ അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ നമ്മൾ 2 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത സാരിയിൽ അതായത് യൂണിഫോം പർപ്പസിന് വേണ്ടി ചെയ്തപ്പോൾ അതിനനുസരിച്ച് ബഡ്ജറ്റിനനുസരിച്ചുള്ള നമ്പർ ഓഫ് ഡിസൈൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇതിപ്പോൾ നമ്മൾ പല്ലുവിന്റെ 2 എൻഡിലും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേനും 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. അറേഞ്ച്മെന്റ്സ് ഒക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഷോർട്സിൽ എങ്ങനെയാണോ അറേഞ്ച്മെന്റ്സ് കാണിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻ വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഡിസൈനാണ്. നമുക്ക് ഡെയിലി വെയർ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഡിസൈൻസ് യൂസ് ചെയ്തിട്ടുള്ള മിഷൻ എംബ്രോയിഡറി സാരീസ് ആയിരിക്കും എളുപ്പം. നമുക്ക് ഡിസ്പാച്ച് ടൈം ആണെങ്കിലും കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ചെയ്തു തരാനും പറ്റും. അതുപോലെ നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി വെയറിന് പറ്റുന്നത് പോലത്തെ കുറെ സാരീസ് നമുക്കിപ്പോൾ കുറെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. മന്ത്ലി ഒരിക്കലും സാരി വാങ്ങിക്കുന്നത് പോലത്തെ കസ്റ്റമേഴ്സ് ഉണ്ട്. മീൻസ് ഒരുമിച്ച് ഒത്തിരി സാരി വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലെ അവരുടെ ബഡ്ജറ്റിന് പറ്റിയതുപോലത്തെ സാരികൾ മാസത്തിൽ ഒരെണ്ണം വെച്ചിട്ട് വാങ്ങിക്കുന്ന റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്കിപ്പം. അപ്പം ഇതുപോലത്തെ സാരിയാണ് ഈ ഫസ്റ്റ് കാണിക്കുന്നത്. നമ്മൾ കാണിക്കുന്ന ഈ സാരി ഇത് നമുക്ക് കസ്റ്റമർ തന്നെ തന്നൊരു മെറ്റീരിയലാണ്. നമ്മൾ അതിനകത്ത് അവർ പറഞ്ഞ പ്രകാരമുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്തൊരു ലൈറ്റ് പിങ്ക് കളറിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക്. സിംഗിൾ നീഡിൽ ഡിസൈൻ ആണ്. നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അത് ഈ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. എക്സാക്ട്ലി ഈ മെറ്റീരിയൽ ഏതാണെന്ന് എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. സ്ലബ് ഏതോ ഒരു മെറ്റീരിയലാണ്, മിക്സ്ഡ് ആയിട്ടൊരു ബ്ലെൻഡ് വരുന്ന മെറ്റീരിയൽ, പ്യൂർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. കുറച്ച് എംബ്രോയിഡറി ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. കാരണം വെച്ചാൽ ഒരു കുറച്ചൊന്ന് വലിയ ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ്. എന്നാലും നമ്മൾ മാക്സിമം പെർഫെക്ഷനോടുകൂടി അതിനകത്ത് എംബ്രോയിഡറി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ ബോർഡർ ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാരി ആയിട്ട് എടുക്കുമ്പോൾ അത് ഭംഗിയാവാത്തത് കൊണ്ട് ഇതിന്റെ ഫുൾ ബോർഡറിലും നമ്മൾ ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉൾവശത്ത് കുത്തുന്ന ഭാഗത്ത് വരുന്ന ബോർഡർ ഈ ഇപ്പോഴും കിടക്കുന്ന നമ്മൾ സാധാരണ സ്കാലപ്പ് ചെയ്യുന്ന സമയത്ത് കുത്തുന്ന ഭാഗത്തെ ബോർഡറുകൾ സ്കാലപ്പ് ചെയ്യാറില്ല. ഇത് മടക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിന്റെ എൻ പോർഷൻ ആണ്. ബാക്കി ഫുൾ ബോർഡറും നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. പല്ലുവിന്റെ എൻഡിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം ഡിസൈൻ തന്നെ നമ്മൾ പല്ലുവിന്റെ ഉള്ളിൽ എൻഡിൽ വരുന്നത് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പല്ലുവിന്റെ ഉള്ളിൽ എൻഡിൽ വരുന്നത് പോലെ ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഈ സെയിം സൈസിൽ വരുന്നത് പോലെ സെയിം ഡിസൈൻ 3 എണ്ണമായിട്ടാണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി ചില സാരീസിലൊക്കെ 2 ഡിസൈൻ ചെസ്റ്റ് പോർഷനിൽ കൊടുക്കാറില്ല. അപ്പം നമ്മൾ റൈറ്റ് ലെഗ് പോർഷനിലും ലെഫ്റ്റ് ലെഗ് പോർഷനിലുമായിട്ടാണ് മിഷൻ എംബ്രോയിഡറിക്ക് ഡിസൈൻസ് കൊടുക്കുന്നത്. 6 ഡിസൈൻസ് നമ്മൾ നോർമലി എപ്പോഴും ഒരു നോർമൽ സാരിക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ തന്നെ 3 ഡിസൈൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടുത്ത് വരുമ്പോഴത്തേനും ചെസ്റ്റ് പോർഷൻ ഫുള്ളായിട്ടും ഡിസൈൻസ് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ നമ്മൾ എപ്പോഴും കൊടുക്കാറുള്ളത് പോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ട് സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് 5.5 മീറ്റർ കൂടുതൽ 6.25 മീറ്ററോളം വരുന്നത് പോലെയാണ് ഈ മെറ്റീരിയൽ വന്നത്. ബ്ലൗസ് കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ സ്ലീവ്സിൽ 2ലും എംബ്രോയിഡറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിലും കാണിച്ച ഫ്ലവർ പാറ്റേണിന്റെ ഹാഫ് പോർഷൻ വരുന്നത് പോലെ 2 സ്ലീവ്സിലും ഇതുപോലെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ സാരി നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു ലെമൺ യെല്ലോ കളറിലെ സാരിയാണ്. ഇതിന്റെ കളർ നമുക്ക് ഈ പറഞ്ഞ വീഡിയോയിൽ എടുക്കാനായിട്ട് ഒത്തിരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ എടുത്ത് കാണിക്കുന്നത്. ലെമൺ യെല്ലോ ഷെയ്ഡ് എപ്പോഴും നമ്മൾ പ്ലെയിൻ സാരി ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുന്ന സമയത്ത് വെട്ട അടിച്ചിട്ട് ഒരു വൈറ്റ് ഷെയ്ഡിനോട് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് കാണുന്നത്. ലെമൺ യെല്ലോ നമുക്ക് ഈ ഒരു ചെക്കോട്ടയിൽ അവൈലബിൾ ആണ്. യെല്ലോയുടെ ഒരൊറ്റ ഷെയ്ഡേ ഉള്ളൂ ലെമൺ യെല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആവുന്ന ഈ ഒരു ഷെയ്ഡാണ്.
ഇത് ഭയങ്കര ഒരു യെല്ലോ ഷെയ്ഡ് അല്ല, ഒരു ബേബി യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം ഇത് നമുക്ക് അതിനകത്ത് സെൽഫ് കളറിൽ എംബ്രോയിഡറി, അതായത് ആ സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന ത്രെഡ് യൂസ് ചെയ്ത് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ഈ ഡിസൈൻ നേരത്തെ വേറെ സാരീസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, സെൽഫായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് സെൽഫ് കളറിലും ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ കോൺട്രാസ്റ്റ് കളേഴ്സ് വെച്ചിട്ടും നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യെല്ലോ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പല്ലുവിൻ്റെ മെയിൻ ആൻഡ് പോർഷനിലെ ഡിസൈനാണ്. ഭയങ്കര, ഞാൻ പറയില്ല, കളർ തന്നെ നമുക്ക് ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന കളറല്ല, കുറച്ചൊരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളറാണ്. അതിൻ്റെ കൂടെ തന്നെ സെൽഫ് കളർ എംബ്രോയിഡറിയുടെ വരുമ്പോഴത്തേനും വളരെ സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ്. ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് സാരി ഒന്നും അതുപോലത്തെ ഒരു ഷെയ്ഡല്ല. ഇത് പല്ലുവിൻ്റെ എൻ പോർഷൻ കാണിക്കുന്ന ഡിസൈനിന് ഉള്ളിൽ വരുന്ന എൻ പോർഷനിലും സെയിം തന്നെ ഡിസൈൻ ഉണ്ടോ, സെയിം ഡിസൈന് പല്ലുവിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഡിസൈൻസ് നമ്മൾ ഈ ഓൾ ഓവർ സാരി കൊടുത്തിരിക്കുന്നത് സെയിം സൈസിൽ വരുന്ന സെൽഫ് കളർ എംബ്രോയിഡറി വരുന്ന ഡിസൈൻസ് ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഈ ഡിസൈൻ മൂന്ന് ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സെയിം സൈസിൽ വരുന്ന 3 ഡിസൈൻസ്. സെൽഫ് കളർ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉടുത്ത് വരുമ്പോഴും അത്ര കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കാനും മാത്രം ഡിസൈൻ ഇതിനകത്തില്ല. പിന്നെ നമുക്ക് ആ ഒരു സിൽക്ക് ത്രെഡിൻ്റെ ആ ഒരു ഷൈനിങ് മാത്രമേ നമുക്ക് കുറച്ചൊരു കോൺട്രാസ്റ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റുള്ളൂ. ഡിസൈൻ ഉണ്ട് എന്നുള്ള ഒത്തിരി ലോങ് വ്യൂവിൽ നമുക്ക് ഡിസൈൻ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. എന്നാൽ പോലും നമുക്ക് കുറച്ച് ആ ഒരു ഷൈനിങ് നമുക്ക് സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഉടുത്ത് വരുമ്പോഴത്തേനും ആ ഒരു ചെസ്റ്റ് പോർഷനിൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ സ്റ്റാൻഡിങ് പോസിൽ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്റ്റാൻഡിങ് പോസിൽ ഒരു ഡിസൈൻ ഉണ്ട് റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ മിനിമലായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ 2 സ്ലീവിലും പിന്നെ ആ ഒരു നമ്മൾ കാണിച്ച ഫ്ലവറിൻ്റെ ഹാഫ് പോർഷൻ, അതായത് 5 ഫ്ലവേഴ്സ് വരുന്നുണ്ട്. നമുക്ക് നേരത്തെ കാണിച്ച ഇതിൽ അല്ലേ 10 ഫ്ലവേഴ്സ് വരുന്ന പോലെ ഇച്ചിരി ലെങ്തിലായിരുന്നു. അതിൻ്റെ 5 ഫ്ലവേഴ്സ് വരുന്ന പോലെയാണ് നമ്മൾ ബ്ലൗസിൽ വരുമ്പം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 2 സ്ലീവിലും ബ്ലൗസിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വിത്ത് ബ്ലൗസ് ആയിട്ട്. വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ മിഷൻ എംബ്രോയിഡറി യൂസ് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണിത്. ഇത് ഒരു പല്ലു പോർഷന്റെ മെയിൻ എൻഡിൽ നമ്മൾ ഉടുത്ത് വരുമ്പം ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് പുറമേ വരുന്ന ആ ഒരു പോർഷനിൽ കാണിച്ചിരിക്കുന്ന ഡിസൈൻ ആണ്. ഒരു മെറൂൺ റെഡ് കോമ്പിനേഷനാണ് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളൊരു ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ആ ഒരു ലീഫ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ നോർമലി നമുക്ക് എപ്പോഴും വരുന്ന ആ ഒരു ഗ്രീൻ അല്ല, കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ആ ഒരു റെഡിന് ഹൈലൈറ്റ് കൊടുക്കുന്ന പോലത്തെ ഒരു ലൈറ്റർ ഗ്രീൻ ഷെയ്ഡാണ്. അതുപോലെ ഈ ഒരു സാരിക്ക് നമ്മൾ എൻ പോർഷൻ ഇതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ ഫുൾ സ്കാലപ്പ് കൊണ്ട് അതുപോലെ എൻ പോർഷൻ മാത്രമാണ് സ്കാലപ്പ്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റേറ്റ് നമ്മൾ ഓൾറെഡി സ്കാലപ്പിന്റെ റേറ്റ് നേരത്തെ ഒത്തിരി പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പെർ മീറ്റർ 75 വരുന്ന പോലെയാണ് സ്കാലപ്പ്. പല്ലു പോർഷൻ മാത്രമാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് വരും, ഫുൾ ബോർഡർ ആണെങ്കിൽ അതനുസരിച്ച് റേറ്റ് വരും. സ്കാലപ്പ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ ഈ പറഞ്ഞ പോലെ വരുന്നത് സാരീസിന് ഡിസ്പാച്ച് ടൈം കുറച്ചുകൂടെ ഡിഫറൻസ് വരും കേട്ടോ. നമ്മൾ നോർമൽ ഡിസ്പാച്ച് ടൈമിനേക്കാളും സ്കാലപ്പോടുള്ള സാരീസിന് ഡിസ്പാച്ച് ടൈം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒരു സെയിം സൈസിൽ വരുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല്ലുവിന്റെ ഉള്ളിൽ എൻ പോർഷനിൽ 2 ഡിസൈൻസ്, 2 എൻഡിലും ഓരോ ഡിസൈനും എൻ പോർഷൻ ഇതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ 3 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷൻ വരുന്നത്. അത്യാവശ്യം നല്ല കവറേജ് വരുന്ന പോലെ തന്നെ ഡിസൈൻസ് വരുന്നുണ്ട്. അതായത് നമ്മൾ അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന 3 ഡിസൈൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ഒരു ഷോൾഡർ പോർഷൻ തൊട്ട് നമ്മുടെ ഒരു റൈറ്റ് ഹാൻഡ് പൊസിഷൻ വരെ വരുന്നത് വരെയും നമുക്ക് ആ ഒരു ഡിസൈൻസ് വരുന്നതാണ്. ഒരു ഫ്രണ്ട് ഫുൾ കവറേജ് വരും. വൈറ്റ് സാരിയിൽ ആ റെഡ് കളറിന്റെ ഫുൾ ഒരു കവറേജ് വരുമ്പോൾ നല്ല ഒരു റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി സാരി ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഇതുപോലെ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. സ്റ്റാൻഡിംഗ് പോസ്റ്റിലാണ് നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇത് കസ്റ്റമൈസബിൾ ആണ്. നമ്പർ ഓഫ് ഡിസൈൻ ഈ സെയിം സാരി നമുക്ക് വേറെ കളർ കോമ്പിനേഷനിലൊക്കെ നമ്മൾ ചെയ്ത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ഡിസൈൻ ആണ് വരുന്നിരിക്കുന്നത്. ഇതിന് 4 ഡിസൈനുള്ള സാരി അതുപോലെ 5 ഡിസൈനുള്ള സാരി ഒക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പം കൂടുതലും ഫ്ലവറിന്റെ കളർ കോമ്പിനേഷൻ ഏകദേശം എല്ലാം ഇതേ കളർ കോമ്പിനേഷൻ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സാരിയുടെ കളർ കോമ്പിനേഷനാണ് നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ഏത് നമ്പർ ഓഫ് ഡിസൈൻസിലാണെങ്കിലും ഏത് കളർ കോമ്പിനേഷനാണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബ്ലൗസ് ചെയ്യാനായിട്ട് പോസിബിൾ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വൈറ്റ് കളറിലെ ബ്ലൗസ് പീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിന്റെ
സ്ലീവിൽ ഇതുപോലെ ഒരു എംബ്രോയിഡറി പാറ്റേൺ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ബ്ലൗസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണിച്ച സാരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സാരീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സാരീസിന് കളർ കോമ്പിനേഷൻസോ മെറ്റീരിയലോ ഒക്കെ നമുക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റി, അതായത് ഇപ്പോൾ നമുക്ക് ലാവൻഡറിൽ കാണിച്ച സാരി വൈറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ വൈറ്റിൽ കാണിച്ച സാരിയുടെ കളർ കോമ്പിനേഷൻ മാറ്റി എംബ്രോയിഡറി ചെയ്യണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിസൈൻസ് കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സാരീസ് ചെയ്യിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന സാരീസോ അല്ലെങ്കിൽ ഇതിനോട് നിങ്ങൾക്ക് മീൻസ് ബഡ്ജറ്റ് അനുസരിച്ച് വരുന്ന സാരീസ് ഒക്കെ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താണോ അതനുസരിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്ത് പറയുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്ത് തരാവുന്നതാണ്. പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.